ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു ഇല്ലേ? എല്ലാവരും ഇന്ന് ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു, ട്രേഡ് എടുത്തവരൊക്കെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് 12,800 മുകളിലോട്ട് പോകാനുള്ള സാധ്യത നമ്മളില്ലയെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എവിടെ പറഞ്ഞായിരുന്നു? നമ്മുടെ വീക്കിലി അനാലിസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ് മാർക്കറ്റ് ഇപ്പോൾ കേൾക്കുന്നവർ വീക്കിലി അനാലിസിസ് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വീക്കിലി അനാലിസിസ് കാണുക, കണ്ടിട്ട് നിങ്ങളിത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകും. ഈ ഒരാഴ്ച നമ്മൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ സാധ്യത എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീക്കിലി അനാലിസിസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരാഴ്ചത്തേക്ക് എങ്ങനെ ട്രേഡ് ചെയ്യുന്നുള്ള സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വീക്കിലി അനാലിസിസ് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാനം ഞാനത് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പം നമ്മൾ മാർക്കറ്റിലോട്ട് വരാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊരു വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു. മാർക്കറ്റ് 12,810 മുകളിലോട്ട് പോകാനുള്ള സാധ്യത, 800 മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് താഴോട്ട് വരാൻ തന്നെയാണ് സാധ്യത കൂടുതലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നു ഇല്ലേ? അപ്പം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് 80 പോയിൻറ്റ് ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇല്ലേ? 80 പോയിൻറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാതെ തന്നെ മാർക്കറ്റ് നേരെ താഴോട്ട് പോയിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു ഗ്യാപ്പപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഈ നമ്മൾ എന്താ പറയുന്നത്, ഞാണിന്മേൽ കളി ഉള്ള ആൾക്കാരുണ്ടല്ലോ, അത് ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാർ, അവർ BTST എടുത്തിട്ടുണ്ടായിരിക്കും. അവരെ സി എടുത്തവർ, കോൾ എടുത്തവരുണ്ടായിരിക്കും, പുട്ടെടുത്തവരുണ്ടായിരിക്കും. അപ്പോൾ കോൾ എടുത്തവർക്ക് ലോട്ടറി അടിച്ചു മറിച്ച് അവരെന്ത് ചെയ്യും? ഈ കോൾ എടുക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്നത്, എന്നാലും പുതുതായിട്ട് കേൾക്കുന്നവർക്ക് ഒന്നുകൂടെ പറയുക, ഈ കോൾ എടുക്കുന്നവരെന്ത് ചെയ്യും? AMO ഇട്ട് ആ കോൾ കൂടെ സെല് ചെയ്യാൻ നോക്കും. കാരണം 80 പോയിൻ്റ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നല്ല, പ്രത്യേകിച്ച് ഇന്ന് പിന്നെ എക്സ്പയറി ഡേ കൂടെ, അപ്പോൾ ഇൻട്രൻസിക് വാല്യൂ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പ്രീമിയം ഹൈക്കാവും. പ്രീമിയം ഹൈക്കാകുമ്പോൾ നല്ല പ്രീമിയം അവർക്ക്, നല്ല പ്രോഫിറ്റ് അവർക്ക് കിട്ടും. അപ്പോൾ അവർ പെട്ടെന്ന് AMO ഇട്ട് തന്നെ അത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ തന്നെ തലേ ദിവസം എടുത്ത് വെച്ചവരുണ്ട്, മാർക്കറ്റ് താഴെ പോകുമെന്ന് പറഞ്ഞവർ. അവരെന്ത് ചെയ്യും? അവരിവിടെ ഒരിക്കലും എക്സിറ്റ് ആകത്തില്ല. കാരണം നമുക്കറിയാം, മാർക്കറ്റ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഓപ്പൺ ചെയ്ത്, ഗ്യാപ്പപ്പ് ഓപ്പൺ ചെയ്താണ്. മാർക്കറ്റ് സിനാരിയും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. മാർക്കറ്റ് താഴോട്ട് വരും. അപ്പം അവരെന്താ അവിടെ ചെയ്യുന്നത്? ഈ കയ്യിലുള്ള PE ഒന്നുകിൽ ആവറേജ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സ്ട്രൈക്ക് അവർ വീണ്ടും അവിടെ പുട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കോൾ സെല്ല് ചെയ്യുമ്പോഴും ഇവിടെ ഒരു ബൈയിങ് പ്രഷർ വരുന്നു, പുട്ട് ബൈ ചെയ്യുമ്പോഴും ഇവിടെ ഒരു ബൈയിങ് പ്രഷർ വരുന്നു. അത് രണ്ടും കൂടെ കൊണ്ടുവന്ന് ഒറ്റയടിക്ക് മാർക്കറ്റ് നേരെ താഴോട്ട് വരും. അപ്പോൾ നമ്മൾ നോക്കി, നമ്മൾ ഓപ്പൺ ചെയ്ത് 806 ആ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു 50 പോയിൻറ്റോളം മാർക്കറ്റ് എന്ത് ചെയ്തു? താഴോട്ട് വന്നു. അതിനുശേഷം പിന്നെയും മാർക്കറ്റ് താഴോട്ട് പോയി നമ്മൾ വരച്ച കറക്റ്റ് വരെ തന്നെ വന്ന സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് കയറിപ്പോയി ഇല്ലേ? അപ്പോൾ നമുക്കിനി ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കൂടെ നോക്കാം. കാരണം ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇപ്പം മാർക്കറ്റ് എങ്ങോട്ട് പോകും നമുക്ക് അറിയത്തില്ല. കറക്റ്റ് പെട്ടെന്നായിട്ട് നമുക്ക് ആ സ്ട്രൈക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു ഇല്ലേ? വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ സുന്ദരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ കയറി ഇല്ലേ? ഇവിടെ കയറി 12,800 വീണ്ടും മാർക്കറ്റ് തിരിച്ചു വന്നപ്പോൾ നമ്മളിവിടെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തു. ഈ എക്സ്പയറി എടുത്തു, അടുത്ത എക്സ്പയറി എടുത്തു ഇല്ലേ? ഇപ്പം ചിലപ്പോൾ കുറച്ച് ഹോൾഡ് ചെയ്യേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇഷ്ടമുള്ള സ്ട്രൈക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഈ പ്രാവശ്യത്തെ പുട്ടും എടുത്തു. അടുത്ത നെക്സ്റ്റ് എക്സ്പയറി ഈ പ്രാവശ്യത്തെ 12,800 എടുത്തു, നെക്സ്റ്റ് എക്സ്പയറി 12,700 എടുത്തില്ലേ? രണ്ട് കൂട്ടർക്കും അടിപൊളിയായിട്ട് ലാഭം നല്ലപോലെ കിട്ടി ഇല്ലേ? എല്ലാവർക്കും നല്ലപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റി. നമ്മൾ ഇവിടെ ഇറങ്ങി ഇല്ലേ? നെക്സ്റ്റ് എക്സ്പയറി എടുത്തവർ ഇവിടെ ഇറങ്ങി, പിന്നെ ഈ എക്സ്പയറി എടുത്തവരും ഇവിടെ ഏകദേശം ഇവിടെയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി. ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ലെവലുകളെല്ലാം നമ്മളിവിടെ വരച്ചിട്ടിട്ടുണ്ട് ഇല്ലേ? ആ ലെവലുകൾ വന്ന് കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്ത് വീണ്ടും പഴയ പോലെ തന്നെ 12. പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തില്ല. നമ്മൾ ഇവിടെ ട്രേഡ് അവസാനിപ്പിച്ചു. നമ്മുടെ 10 മണി ആയപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം നമ്മൾ അവസാനിപ്പിച്ചു ഇല്ലേ? 10 മണി ആയപ്പോൾ നമ്മുടെ പരിപാടി ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടി, നമ്മൾ ഇറങ്ങി. നമുക്കിനി മാർക്കറ്റിൽ വേറെ ഒന്നും ചെയ്യാനില്ല. കിട്ടാനുള്ളതെല്ലാം കിട്ടി. നമുക്ക് ആദ്യത്തെ 3/4 മണിക്കൂറുകൊണ്ട് നമ്മുടെ പരിപാടികളെല്ലാം നമ്മൾ അവസാനിപ്പിച്ചു. ഓക്കെ, ബാക്കി നമുക്ക് നോക്കിയിരിക്കാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഇവിടെ വരെ വന്നു, നേരെ തിരിച്ചു പോയപ്പോൾ എന്ത് പറ്റി? ഈ വന്ന പ്രീമിയം അതുപോലെ തന്നെ തിരിച്ചു കയറി. ശരിയല്ലേ? ഇതുപോലെ തന്നെ ഇവിടെ തിരിച്ചു കയറി. ഓരോ പ്രാവശ്യം എക്സ്പയറി ഡേയിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഓരോ പ്രാവശ്യം മാർക്കറ്റ് ഇങ്ങനെ സ്വിങ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീമിയം ഡീക്കേ ആയിക്കൊണ്ടിരിക്കും. നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഡീക്കേ ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളിപ്പിനിയും ഇവിടെ നിങ്ങളൊരു എടുത്തെന്ന് വിചാരിച്ചു. ഈയൊരു എടുത്തത് ഇവിടെ കിട്ടിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ നിങ്ങൾ 50 രൂപയ്ക്ക് എടുത്തെന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയപ്പോൾ 100 രൂപയായെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ നേരെ തിരിച്ച് വീണ്ടും മേളിൽ പോകുമ്പോൾ ഇതിൻ്റെ പ്രീമിയം ഇവിടെ 50 രൂപയ്ക്ക് എടുത്തെങ്കിൽ ഇവിടെ 35 രൂപയെ കാണത്തുള്ളൂ
ഇവിടെ 35 രൂപ നിങ്ങൾക്ക് കാണത്തുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇതുപോലെ തന്നെ നേരെ മാർക്കറ്റ് ഇവിടെ തിരിച്ച് വന്നാലും ഇവിടുന്ന് എത്ര നേരം എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടെ വന്നത്? ഇവിടെ 3/4 മണിക്കൂറിന് വന്നെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുത്ത് മാർക്കറ്റ് ഇവിടുന്ന് ഇവിടം വരെ വരാൻ, ഇല്ലേ? ഇപ്പം നിങ്ങൾ ഇവിടുന്ന് 50 രൂപയ്ക്ക് എടുത്ത സാധനം ഇവിടെ 100 രൂപയെങ്കിൽ തിരിച്ചിവിടെ പോകുമ്പോൾ 35 രൂപയായി. ഈ 35 രൂപ എന്ന സാധനം ഇവിടെ വരുമ്പോൾ മാക്സിമം 60 രൂപ കാണത്തുള്ളൂ, 60 രൂപ കാണത്തുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടുന്ന് സിങ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ 60 രൂപ എന്നുള്ളത് ഇവിടെ വരുമ്പോൾ 35 രൂപ പിന്നെയും കാണത്തുള്ളൂ. ഈ പറഞ്ഞാൽ ഇവിടെ എടുത്ത പ്രൈസ് ആയിരിക്കും ഇവിടെയും കിട്ടുന്നത്. പിന്നെ ഇത് നേരെ താഴോട്ട് വരുമ്പോൾ ഇവിടെ 20 രൂപ കാണത്തുള്ളൂ. പിന്നെ ഇവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 40 രൂപ പിന്നെയും പോകും. പിന്നെ അവസാനം ചുരുക്കം പറയാം, നിങ്ങൾ ഇവിടുന്ന് ഒരു പി എടുത്തിട്ട് ഇവിടം വരെ മാർക്കറ്റ് അവസാനം വരെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത് ഏകദേശം കൂടി കഴിഞ്ഞാൽ ഒരു 35 രൂപയെ കാണത്തുള്ളൂ നിങ്ങളുടെ പ്രീമിയം അവസാനം. ഇല്ലെങ്കിൽ 12,800 പ്രീമിയം എത്ര നിങ്ങൾ നോക്കിക്കൂ. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കുക. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ, പ്രത്യേകിച്ച് എക്സ്പയറി ഡേയിൽ നമുക്ക് പ്രോഫിറ്റ് ന്യായമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയാൽ അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി മാറുക. ഇത് മാത്രം നമുക്ക് ചെയ്യാനില്ല. അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ശരിക്കും വിജയിക്കാൻ പറ്റും. ഓക്കെ, ഇത്ര എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പം നമ്മൾ വരച്ച വരെ അവിടെയൊക്കെ തന്നെയാണ് മാർക്കറ്റ് വന്നത്. ഇവിടെ നെക്സ്റ്റ് സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് ഉണ്ടായിരുന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു. ഓക്കെ, ഇത് സപ്പോർട്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇനി നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം മാത്രം നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഗ്രൂപ്പിൽ പറയുന്നത് ഇത്രയും വട്ടം വെച്ചിട്ട് ഇത്രയും നേരം നമ്മളിത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കുന്നത് ഞാനിതൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഗ്രൂപ്പിൽ ചോദിച്ചായിരുന്നു. ഓക്കെ, എനിവേ കഴിഞ്ഞ് പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നാളെ നമുക്ക് എന്താ ചിന്തിക്കാൻ പറ്റുന്നത്? നാളെ മാർക്കറ്റ് ഈ കാണുന്ന ഇവിടെയാണെങ്കിലും മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്ലോസിങ് ഏകദേശം 50 പോയിൻറ്റ് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് എത്രയാണ്? 12,722. അതായത് ക്ലോസിംഗ് വാല്യൂ അവസാനത്തെ ആവറേജ് വാല്യൂ നോക്കുമ്പോൾ 12,728 പോസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 12,728 നമുക്ക് വരച്ചിടാം. ഇവിടെ 12,728 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇതിൽ. ഓക്കെ, ഇത് നമുക്കൊരു വേറെ ലൈൻ വിടാം. ഓക്കെ, 12,728 മാർക്കറ്റ് ഇവിടെ വന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് എന്ത് സംഭവിക്കും? അതായത് നമ്മൾ ഈ വരച്ചിട്ട ഇതേ ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്, ഇല്ലേ? ഏകദേശം ആ ഏരിയയിലാണ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് മാർക്കറ്റ് നാളെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ എടുത്ത് കളയാം. ഇത് വേണ്ട. ഇനിയിപ്പം ഈ ലൈൻ നിന്നോട്ടെ. ഓക്കെ, ഇത് നമ്മുടെ ക്ലോസിങ് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഈ ലൈൻ ക്ലോസിങ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തിലുള്ളത് മുകളിൽ ഇത് തന്നെയാണ്. ബാക്കി എല്ലാ ലൈനും അതേ കറക്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഇതും ഒരു സപ്പോർട്ടായിട്ട് കണക്ക്. ഇവിടെ ഒരു സപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ടുണ്ട്, ഇവിടെയൊക്കെ സപ്പോർട്ടുള്ള, ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ ഇത് ആക്ട് ചെയ്യുന്നത് കണ്ടോ? വരച്ച് നീളത്തി വര എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്കൊരു സപ്പോർട്ടായിട്ട് കണക്കാക്കാം. അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും എന്താ സംഭവം? ഇന്നത്തെ ഇതൊക്കെ തന്നെ ലൈനുകൾ. നമുക്കിനി ഇത് വേണ്ട, പോട്ടെ, ഇതും വേണ്ട. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇതിനകത്ത് 12,810 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക, എന്താ സംഭവിക്കുന്നത് നോക്കുക. ഇങ്ങോട്ട് വരുവാണ്, ഞാൻ എപ്പോഴും വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അരുതാഴിക പോലെ ആവർത്തന വിരസത പോലെ തോന്നും. ഓക്കെ, മാർക്കറ്റ് ഇവിടെയാണ് നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് താഴോട്ട് പോകുകയാണെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഒന്നത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് 810 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഒന്നുകിൽ മുകളോട്ട് പോകാനായിട്ടെന്ന് ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമോയെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് നേരെ മുകളോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഒരു പി പിടിക്കാം, ഇവിടുന്ന് പിടിക്കാം. അപ്പോൾ നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിനെ വേണം നമുക്ക് മുകളോട്ട് കയറ്റി വെക്കാം. ഇതിനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു ശരിയായ പരിപാടിയല്ല. എങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. വേണ്ട, ഇത് നമ്മളവിടെ വേണ്ട, അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ അവിടെ. അല്ലാതെ നമ്മൾ ചുമ്മാതെ വരച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം
മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ കിട്ടും സപ്പോർട്ട് എടുക്കാൻ ഇവിടെ ഇങ്ങോട്ടോ ഒരു സപ്പോർട്ടോ റെസൻസോ എത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ഇവിടുന്ന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് കണക്കാക്കിയിട്ട് ഇവിടുന്ന് നേരെ തിരിച്ച് കയറുമെന്നും നമുക്ക് നോക്കാം. ഇതെല്ലാം നാളെ 9-7 ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിനെപ്പറ്റി ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഇതാണ് ഒരു സ്ട്രക്ചർ, ഇതാണ് ഒരു ഐഡിയ, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. നിങ്ങളെല്ലാവരും വീക്കിലി അനാലിസിസ് ഒന്ന് കാണാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരാഴ്ചത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ്റെ സീരീസ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് ക്യാൻഡിൽ സ്റ്റിക്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് A to Z ആദ്യം മുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂ അറിയാത്തവർക്ക് എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് ഒരു ബിഗിനറിന് വേണ്ട ക്ലാസ് എണ്ണം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെത്താനെ പിന്നെ ആരുടെ ആശ്രയമില്ലാതെ ട്രേഡ് ചെയ്യാൻ പഠിക്കും. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.